പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. രുചിഭാഗ്യം ഈ കഥ കേൾക്കൂ. കുഞ്ഞനെലി വിശന്നു വലഞ്ഞ് മാളത്തിനുള്ളിൽ തളർന്നിരിക്കുകയായിരുന്നു. എത്ര ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്? 3-4 ദിവസം മുമ്പ് ചില കിഴങ്ങുകളൊക്കെ മാന്തി തിന്നു. ഒന്നുമായില്ല. ഇനിയും ഒന്നും കഴിച്ചില്ലെങ്കിൽ പട്ടിണി കിടന്ന് താൻ മരിച്ചു പോകുമെന്ന് കുഞ്ഞനെലി സങ്കടത്തോടെ വിചാരിച്ചു. ആ സമയത്താണ് കുട്ടൻ മുയൽ ഒരു കാരറ്റും കടിച്ചു പിടിച്ചു കൊണ്ടുവരുന്നത്. ആഹാ, നല്ല ക്യാരറ്റ്, രുചിയേറുന്നൊരു ക്യാരറ്റ്, കറുമുറ കറുമുറ തിന്നിടാം, വയറു നിറച്ചും തിന്നിടാം എന്നൊക്കെ പാടി അവൻ വരുമ്പോൾ എതിർവശത്ത് നിന്ന് മറ്റൊരു മുയൽ വരുന്നുണ്ട്. ആ മുയലിനെ കണ്ടപ്പോൾ നമ്മുടെ മുയലച്ഛന് ആകെ വിഷമമായി. അവൻ കണ്ടാൽ പകുതിയെങ്കിലും കൊടുക്കേണ്ടി വരും. എന്തു ചെയ്യും? അങ്ങനെ ആലോചിച്ച് നമ്മുടെ കുട്ടൻ മുയൽ തൊട്ടടുത്ത് കണ്ട മരത്തിൻ്റെ ചുവട്ടിലെ മാളത്തിലേക്ക് ഈ കാരറ്റ് പതുക്കെ എറിഞ്ഞു. എതിരെ വന്ന മുയലിനെ നോക്കി ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ മുന്നോട്ട് നടന്നു. രക്ഷപ്പെട്ടു. അവൻ കാണാതെ കാരറ്റ് ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റി. ഈ മുയൽക്കുട്ടൻ എറിഞ്ഞ കാരറ്റ് നമ്മുടെ കുഞ്ഞൻ എലിയുടെ മാളത്തിലാണെന്ന് പറയണ്ടല്ലോ. എൻ്റെ ദൈവമേ, ഒരു കാരറ്റ്! വിശന്നു വലഞ്ഞ എനിക്ക് ഈശ്വരൻ തന്ന സദ്യ തന്നെയാണിത് എന്നു പറഞ്ഞ് മാളത്തിനകത്തേക്ക് കയറിപ്പോയി കാരറ്റ് മുഴുവനും എലിക്കുട്ടൻ കരണ്ട് തിന്നു. വിശപ്പും ദാഹവും മാറി. കൂട്ടുകാരൻ ദൂരെയായി എന്ന് മനസ്സിലാക്കിയ കുട്ടൻ മുയൽ തിരിച്ചെത്തി മരപ്പൊത്തിൽ കൈയിട്ട് നോക്കി. പൊടി പോലുമില്ല. അയ്യോ, എൻ്റെ കാരറ്റ് എവിടെ പോയോ? അവൻ മാളത്തിനുള്ളിൽ കൈയിട്ട് മാന്തി നോക്കി. കാരറ്റ് കാണുന്നില്ല. കഷ്ടം. കൂട്ടുകാരന് പകുതി കൊടുത്തെങ്കിൽ ബാക്കി പകുതിയെങ്കിലും തിന്നാമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയായി. അവൻ സങ്കടത്തോടെ മടങ്ങിപ്പോയി. ദൈവം തന്ന സദ്യ വയറു നിറയെ കഴിച്ച് എലിക്കുട്ടൻ സന്തോഷത്തോടെ കിടന്നുറങ്ങി.